my courier. I got my courier. നമുക്ക് തുറന്നു നോക്കാം എൻ്റെ കൊറിയറിൽ എന്താണ്. ഞാൻ എത്ര നാളും കൊണ്ട് വെയിറ്റ് ചെയ്തിരുന്ന കൊറിയറാണെന്ന് അറിയോ? ഇത് US നിന്ന് വന്ന കൊറിയറാണ്. ബാ ഞാൻ കാണിച്ചു തരാം. എനിക്കിരിക്കാനുള്ളൊന്നും അവകാശം ഇല്ല. ലെറ്റ് മീ ഓപ്പൺ ദിസ്. ഇത് ആമസോണിൽ കൂടെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു, ബട്ട് ആമസോൺ US. ഓക്കെ, അപ്പം ഇത് US നിന്ന് വന്നാന്ന് മനസ്സിലായി. പിന്നെ ഇത് DPD കൊറിയർ ഗ്രൂപ്പാണ് ഇത് ഇവിടെ ഡെലിവർ ചെയ്തത് ജർമ്മനിയിൽ. ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഓൾമോസ്റ്റ് ഒരു 9 months കൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഈ ഐറ്റം എൻ്റെ ആമസോൺ കാർട്ടിൽ എടുത്തിട്ടൊരു 9 months ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് പർട്ടിക്കുലർലി ഇതേ സാധനം തന്നെ വേണ്ടിയും കൊണ്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തിരുന്നു. ഫൈനലി ഐ ഗോട്ട് ഇറ്റ്. ആൻഡ് എന്താണെന്ന് കാണിക്കാം കേട്ടോ. ഐ എം ഓൾസോ എക്സൈറ്റഡ് ടു സീ വാട്ട് ഇറ്റ് ഇസ്, ഹൗ ഇറ്റ് ഇസ്. വാട്ട് ഇറ്റ് ഇസ് ഐ നോ. ഇത് റെഡ് കളർ തന്നല്ല, ദിസ് ഇസ് ചെറി റെഡ്, ഡാർക്ക് റെഡ്, മറൂൺ കളർ പറയില്ലേ. ആൻഡ് ദിസ് ഇസ് ഫ്രം മൈക്കൽ കോഴ്സ്. ഐ എം സൂപ്പർ എക്സൈറ്റഡ്. എൻ്റെ കയ്യിൽ മൈക്കൽ കോഴ്സിൻ്റെ ബാഗ് ഉണ്ട്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സാധനമായിരുന്നു. ഞാനത് 2020 ഇങ്കോൾ സ്റ്റാർട്ടിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് മൈക്കൽ കോഴ്സിന് തന്നെ ഒരു വാലറ്റും വേണമെന്നൊക്കെ. എനിക്ക് ഈ വാലറ്റ് എൻ്റെ കയ്യിൽ, ഞാൻ അങ്ങനെ ഒത്തിരി വാലറ്റ്സ് മാറ്റാറില്ല, ബിക്കോസ് എനിക്ക് ഇച്ചിരി അന്ധവിശ്വാസമുള്ളതാണ്. എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഡ് കളറിലെ വാലറ്റിനകത്ത് നമ്മളെപ്പോഴും പൈസ വെക്കാറുള്ളൂ, പൈസ ഇത്തിരി ഉണ്ടാവും എന്ന് പറയും. അപ്പോൾ എൻ്റെ വാലറ്റ് ഓൾറെഡി ഒത്തിരി പഴയതായിരുന്നു. അത് ഒരു 5 വർഷത്തിൽ കൂടുതൽ ഞാനായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ കീറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് റെഡ് തന്നെ വേണം. അപ്പം ഞാൻ എന്തായാലും എനിക്ക് ഇച്ചിരി നല്ല ബ്രാൻഡിൻ്റെ വേണമെന്നുണ്ടായിരുന്നു. പിന്നെ മൈക്കൽ കോഴ്സ് എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ളതും കൊണ്ട് ഞാൻ ഇത് തന്നെ എനിക്ക് മേടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായിട്ട് വെയിറ്റ് ചെയ്തു. ഇത് ഇവിടുത്തെ ഔട്ട്ലെറ്റ്സിലും ഫ്രാഞ്ചൈസിയിലൊക്കെ കിട്ടുന്നുണ്ട്, പക്ഷേ എനിക്ക് റെഡ് തന്നെ വേണമായിരുന്നു. ഔട്ട്ലെറ്റ്സിൽ ഞാൻ കണ്ടിട്ടില്ല, ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ എയർപോർട്ടിലൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അപ്പം റെഡ് കളർ ഞാൻ US ആമസോണിൽ ഓർഡർ ചെയ്തു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ത്രൂ. പിന്നെ ഇത് നമ്മുടെ ജർമ്മനിയിൽ നമ്മുടെ ആമസോൺ Dയിൽ അവൈലബിൾ ആണ്. കുറച്ച് സമയം എടുക്കും കിട്ടാൻ. ലൈക്ക് ദാറ്റ് ഫൈനലി ഐ ഗോട്ട്. ഇനി ഇതിനെല്ലാം എനിക്ക് നന്നായിട്ട് ഓപ്പൺ ചെയ്തെല്ലാം നോക്കണം, ഇതിനകത്ത് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന്. ഐ എം വെരി വെരി ഹാപ്പി. ഐ വെയിറ്റഡ് ദിസ് ലോങ് ഫോർ ദിസ്. ഇതിനകത്ത് പിന്നെ എന്താ ഇതിനകത്തുള്ള ഇത് ദിസ് ഇസ് ജസ്റ്റ് ടു കീപ് ഇറ്റ് ഫംഗസ് ഫ്രീ. ഇതിനകത്തൊരു 2 ചെയിനാണ് ഇങ്ങനെയുള്ള. ഈ ചെയിനകത്തൊന്നുമില്ല ഗൈസ്. ഇനി ഞാൻ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും വെക്കണം. സോ ഇറ്റ്സ് എ വെരി കംഫർട്ടബിൾ ആൻഡ് കോംഫി വാലറ്റ്. കണ്ടോ, 2 ചെയിൻ ഉണ്ട്. നമുക്ക് ഈ 2 ചെയിനിലും നമ്മുടെ ചെറിയ കാർഡ്, എന്താ പറയുക, ഇങ്ങനെ സ്മോൾ ഡോക്യുമെൻറ്റ്സോ ടിക്കറ്റ്സോ ചില്ലറകളൊക്കെ വെക്കാം. പിന്നെ ഇവിടെ നമ്മുടെ കാർഡ്സൊക്കെ വെക്കാം. പിന്നെ എൻ്റെ പേഴ്സിൽ കുറേ സാധനങ്ങൾ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതെല്ലാം എനിക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലെ ഒരു കാര്യം കൂടി ടിക്കായി. മൈക്കൽ കോഴ്സ് വാലറ്റ് ആൻഡ് റെഡ് കളർ. ഇതിൻ്റെ പല കളർ ആമസോൺ Dയിൽ അവൈലബിൾ ആട്ടോ. പക്ഷേ ഈ റെഡ് കളർ, അല്ലെങ്കിൽ ചെറി റെഡ്, അല്ലെങ്കിൽ ബർഗാൻഡി റെഡ്, ഐ തിങ്ക് ഇറ്റ്സ് ബർഗാൻഡി റെഡ്, ദാറ്റ് ഇസ് ദ കറക്റ്റ് കളർ. ഈ കളറ് ഭയങ്കര റെയറാണ്. അപ്പം ഇത് കിട്ടാൻ ഞാൻ 9 മാസം വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഒരു സന്തോഷം എനിക്കുണ്ട്. കമൻറ്റ് ബിലോ ഇഫ് യു ലൈക്ക് ദിസ് കളർ.
എന്തായാലും ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചെറിയ ഒരു അൺപാക്കിംഗ് വീഡിയോ ആയിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചൊന്നുമില്ല. ഞാൻ ഈ കൊറിയർ വെയിറ്റ് ചെയ്തിരുന്നത് കൊണ്ട് എനിക്ക് അറിയാമായിരുന്നു ഇത്ര സമയത്ത് അവർ ഡെലിവർ ചെയ്യുമെന്ന്. ഇത് ഷിപ്മെന്റിലായിട്ട് തന്നെ ഒരു 3-4 ആഴ്ച ആയിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് എനിക്ക് ആക്ച്വലി ഇത് ഡിസ്കൗണ്ട് ഓഫറിൽ കിട്ടിയതായിരുന്നു. ഇത് എനിക്ക് 69 euros ആയി. ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ്, പക്ഷെ ബ്രാൻഡാണ്, ബ്രാൻഡിന് വാല്യൂ ഉണ്ട്. പിന്നെ ഞാൻ കുറേ വർഷങ്ങളും കൊണ്ട് ഒരു കാത്തിരുന്ന് എനിക്ക് ഈ ബ്രാൻഡ് തന്നെ ഇതിൻ്റെ ഒരു മൈക്കിൾ കോഴ്സിന് തന്നെ വാലറ്റും വേണമെന്നൊക്കെ വിചാരിച്ചിരുന്നിട്ടാണ് ഇപ്പോഴാണ് അത് എനിക്ക് മേടിക്കാൻ സാധിച്ചത്. പിന്നെ കുട്ടി കുട്ടി ആഗ്രഹങ്ങൾ നമ്മൾ ടിക്ക് ചെയ്യുമ്പം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമില്ലേ, ആ സന്തോഷം എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ഇത് മേ ബി ഇറ്റ്സ് കോമൺലി യുനോ എല്ലാവരുടെയും കയ്യിലുള്ള ഉണ്ടാവുന്ന ഒരു സാധനമാണിത് ബ്രാൻഡ്. പക്ഷെ എനിക്കിത് പ്രത്യേകതയുണ്ട്, ബിക്കോസ് ഇത് ഞാൻ ആദ്യമായിട്ട് ഇപ്പം മേടിച്ചാണ്, അതുകൊണ്ട്. ആൻഡ് എന്തായാലും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരുന്നതായിരിക്കും. സ്റ്റേ സേഫ് ആൻഡ് ബി ഹെൽത്തി. ബൈ.